ഇന്ന് ഞങ്ങളെ കോളേജിലത്തെ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് സീനിയേഴ്സ് ഞങ്ങൾ ഫെയർവെൽ കൊടുക്കാൻ പോകാൻ കേട്ടോ. ഞാൻ എത്തിയപ്പോൾ അത്യാവശ്യം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ എല്ലാവരും ഇവിടെ പണികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അവരവരെ ഓരോ ഡ്യൂട്ടികൾ ഏറ്റെടുത്തിട്ട് നല്ല വൃത്തിക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ ഫ്രെയിം ഒട്ടിക്കുന്നുണ്ട്, അതുപോലെ അപ്പുറത്ത് ബൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, ചിലർ വെറുതെ ഇരിക്കുന്നുണ്ട്. പിന്നെ ബോയ്സൊക്കെ ലൈറ്റിൻ തൂക്കൽ പരിപാടിയിലാണ്. ഓലൊക്കെ കട്ടയ്ക്ക് നിന്നിട്ട് തൂക്കാനൊക്കെ ഏൽക്കുന്നുണ്ട് കേട്ടോ. അന്നേരം ഞാൻ അവിടെ പോയി കുറച്ച് ക്ലിപ്പൊക്കെ എടുത്തുനിന്ന് പിന്നെ ഇവരെന്താ ചെയ്യുന്നത് നോക്കണപ്പോൾ ഇവിടെ ഫ്രെയിം ഒട്ടിക്കൽ പരിപാടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇപ്പുറം സൈഡിൽ ബൊക്കെ ഉണ്ടാക്കൽ. അപ്പോൾ ഇതിൻ്റെ ലൂപ്പ് കെട്ടണത് എങ്ങനെയാണ് കേട്ടോ അഭിന് കാണിച്ചു തരണേ. അങ്ങനെ ഞാൻ കട്ട പോസ്റ്റ് അടിച്ച് നിൽക്കുന്ന നേരത്താണ് കേട്ടോ അലീഷേൻ്റെ എൻട്രി. പിന്നെ ഒന്നും നോക്കിയില്ല, ഞങ്ങളതായുള്ള ഡ്യൂട്ടീസൊക്കെ ഒന്ന് സെലക്ട് ചെയ്യാൻ തുടങ്ങി. ഫൈനലി ഞങ്ങൾക്ക് കിട്ടിയ ഡ്യൂട്ടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻവിറ്റേഷൻ ലെറ്റർ കൊണ്ടുവരേണ്ടത് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒന്ന് കൊണ്ടുപോയി കൊടുക്കുക. അങ്ങനെ അലീഷനെ ഞാൻ അത് ഏൽപ്പിച്ചിട്ട് ഞാൻ നേരെ ക്യാമറ എടുത്ത് അലീഷൻ്റെ പുറകെ നടന്നു. അങ്ങനെ ഡിപ്പാർട്ട്മെൻറ്റിൽ കയറി എല്ലാവർക്കും ഇൻവിറ്റേഷൻ ലെറ്ററൊക്കെ കൊടുത്തു. ഇതാണ് കേട്ടോ ഞങ്ങളെ ട്യൂട്ടർ ജെസി. അങ്ങനെ എനിക്കും അലീഷക്കും തന്ന ഡ്യൂട്ടി ഞങ്ങൾ കൃത്യമായിട്ട് ചെയ്തിട്ട് ഞങ്ങൾ നേരെ ഡിപ്പാർട്ട്മെൻറ്റ് പുറത്തേക്ക് ഇറങ്ങിട്ടോ. പിന്നെ ഞങ്ങൾക്കൊരു ക്യൂരിയോസിറ്റി ആയി ആ ഇൻവിറ്റേഷൻ ലെറ്ററിൽ എന്താ എഴുതിയിട്ടുണ്ടാവുകയെന്ന്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് തുറന്നു നോക്കിട്ടോ. പിന്നെ പോരുന്ന വഴിയാണ് കേട്ടോ ഞങ്ങൾ ഏൽക്കനെ കണ്ടത്. അങ്ങനെ ഏൽക്കും ഞങ്ങളൊരു ഇൻവിറ്റേഷൻ ലെറ്റർ കൊടുത്തു. പോയി വന്നതിൻ്റെ ക്ഷീണം മാറ്റാൻ അലീഷ ഒരു കിക്കാറ്റ് തന്നതേ ഉള്ളൂ. പിന്നെ അത് എൻ്റെ കയ്യിൽ കണ്ടിട്ടേ ഇല്ല, അത് ഏതോ വഴിക്ക് പോയി ഗൈസ്. പിന്നെ ഞങ്ങൾ അവിടെ വെള്ളം കലക്കുന്ന കുറച്ച് ടീമാരുണ്ട്, അവിടെ ജസ്റ്റ് ഒന്ന് പോയി നോക്കി എന്താ അവിടുത്തെ അവസ്ഥ എന്നറിയാൻ ജസ്റ്റ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. അതൊക്കെ കഴിഞ്ഞ് ക്ലാസ്സിലെത്തിയപ്പം വേറെ എല്ലാവരും നല്ല തിരക്കിലാണ്. അവിടെ നമ്മളെ പ്രത്യേകിച്ച് ആവശ്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ മെസ്സിൽ പോയിട്ട് കുറച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ ക്ലാസ്സിലേക്ക് തന്നെ പോന്നു. ക്ലാസ്സിലേക്ക് പോന്നപ്പം അവിടെ വൃത്തിയാക്കൽ പരിപാടികളിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞങ്ങൾ ബെഞ്ചൊക്കെ പിടിച്ച് പുറത്തേക്ക് വെച്ചിട്ട് ബാക്കിയുള്ള എല്ലാതും നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിട്ടോ. അങ്ങനെ ഞങ്ങൾ സീനിയേഴ്സിനെ ഞങ്ങൾ ക്ലാസ്സിലേക്ക് കയറ്റി. അവിടെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകാരും ഭയങ്കര ബിസിയാണ് ഗൈസ്. കണ്ടോ, ഫുഡ് കൊണ്ടുപോകണ തിരക്കിലാണ് ഓലൊക്കെ. ഞങ്ങൾ വെള്ളം കൊണ്ടുപോകണുള്ളൂ. അപ്പം കാരണം എന്താ വെച്ചിട്ടാണെങ്കിൽ ഞങ്ങൾ പരിപാടി തുടങ്ങിയത് കുറച്ച് ലാഗായിട്ടാണ്. അങ്ങനെ ടീച്ചേഴ്സും എല്ലാവരും എത്തി. ടീച്ചേഴ്സ് അവരെ എക്സ്പീരിയൻസ് പറഞ്ഞ് ഉച്ചയായപ്പോൾ ഞങ്ങൾ അവർക്കുള്ള ഫുഡൊക്കെ വിളമ്പി. ആദ്യം തന്നെ അവരെ എത്തിട്ടോ. പിന്നെ ഞങ്ങൾ ഇരുന്നു. നിഹാലി എനിക്ക് ഫുഡ് വിളമ്പി തരികയാണ്, ഫുഡ് വെച്ച് തരികയാണ്. അലീഷയുടെ അൺബോക്സ് ചെയ്യാണ് ഗൈസ് ബിരിയാണി പൊതി. സാധാ ഒരു നോർമൽ ബിരിയാണിയെങ്കിലും നല്ല ടേസ്റ്റുള്ള ബിരിയാണി ആയിരുന്നു കേട്ടോ. ഉച്ച കഴിഞ്ഞുള്ള സെക്ഷൻ അവർക്കുള്ള പണിയാണെന്ന് അവരോട് മുൻകൂട്ടി പറഞ്ഞതുകൊണ്ട് പോലൊക്കെ വെൽ പ്രിപ്പയർഡ് ആയിരുന്നു ഗൈസ്. എല്ലാവരും നല്ലപോലെ ആക്റ്റീവായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഈ ഫെയർവെല്ലിൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ജസ്റ്റ് ലൈക്ക് ചെയ്യാം.